Reflex Tech Valleyയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സബ്വൂഫറിനെ പറ്റിയ ഒരു ആംപ്ലിഫയർ, അതായത് നമ്മുടെ കയ്യിലുള്ള AVRകൾക്ക് പറ്റിയ ഒരു നല്ലൊരു രണ്ട് സബ് കൊടുക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മിക്ക കൂട്ടുകാരുടെ കയ്യിലും ചിലപ്പോൾ AVRകൾ കാണാം. അതായത് ഈ AVR എന്ന് പറയുന്നത് തന്നെ ശരി ഓഡിയോ വീഡിയോ റിസീവറാണ്. അത് ശരിയും 5.1 എന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും അതിനകത്ത് 5 സ്പീക്കർ ഔട്ടാണ് ഉള്ളത്, 1 പ്രീ ഔട്ടാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ചിലർക്ക് സബ്വൂഫർ വെക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ചിലപ്പോൾ 5 ചാനൽ മാത്രം മതിയാവും. അപ്പോൾ സബ്വൂഫറിൻ്റെ ആവശ്യമില്ലാത്തവർക്ക് അങ്ങനെയും കൊടുക്കാം. ഇനി സബ്വൂഫർ ചിലപ്പോൾ ഒരു 8 ഇഞ്ച് മതിയായിരിക്കാം, ചിലർക്ക് 10 ഇഞ്ച്, ചിലർക്ക് 12 ഇഞ്ച് വേണം. ഇനി 12 ഇഞ്ച് 2 എണ്ണം, ഒരെണ്ണം, പിന്നെ ചിലപ്പോൾ വാട്ട് കൂടുതൽ വേണമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ AVR അങ്ങനെ ഇറങ്ങുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 5 ചാനൽ നമുക്ക് സറൗണ്ട് കിട്ടാവുന്ന രീതിയിൽ AVRകൾ ഇറക്കും. സബ്വൂഫറിൻ്റെ ആകുമ്പോൾ നമ്മൾ പവേഡ് സബ്വൂഫറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വാട്ടിൽ, ഇഷ്ടമുള്ള സൈസിൽ മേടിക്കാൻ സാധിക്കും. ഇന്ന് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ നമുക്ക് AVRൻ്റെ ഔട്ട് എടുത്തതിന് ശേഷം 5.1 എന്നുള്ള 1 പ്രീ ഔട്ട് വേണമെന്നില്ല, നമുക്ക് സ്റ്റീരിയോ ഔട്ട് കൊടുത്താലും നമുക്കിത് വർക്ക് ചെയ്യും. AVRയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും കിട്ടുന്നത് 5.1 ഒരു സബ് ഔട്ടും 5.2 ചിലപ്പോൾ 2 സബ് ഔട്ടാണ്. നമ്മളിത് രണ്ടും എടുത്താലും ഇതുവഴി വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. നമ്മൾ മുൻപും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സബിനുള്ളതും 2 സബിനുള്ളതൊക്കെ ആയിട്ട് പല വാട്ടിൽ, അതേപോലെ തന്നെ 200 വാട്ട് തൊട്ട് 500 വാട്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി നോക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മോസ്ഫെറ്റ് തന്നെയാണ്. ഇതിനകത്ത് IRF 240, 940 തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. 2 മോസ്ഫെറ്റ് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് മോണോ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്വൂഫർ ഫിൽറ്റർ, അതായത് സബ്വൂഫർ പ്രീ വന്നിരിക്കുന്നത് DTECൻ്റെയാണ്. അതിനകത്ത് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു സൗകര്യം അതിനകത്ത് ചെയ്യാം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള ഫ്രീക്വൻസി, ചിലർക്ക് വോയിസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, വോയിസ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ പഞ്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് ഫ്രീക്വൻസി കൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പവർ ട്രിക്കിൻ്റെ തന്നെയാണ് നമ്മളിതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടത് തന്നെയാണ്. പവർ സപ്ലൈ നമ്മുടെ തന്നെ ബോർഡായ പവർ സപ്ലൈ ബോർഡിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ കൂടുതലായിട്ട് ഇതിനകത്തൊന്നും പറയാനില്ല, കാരണം ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റും അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം സബ്വൂഫറിൻ്റെ ഔട്ട് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് എനിക്കൊരു അറിയില്ല. നമ്മളിപ്പോൾ മൊബൈലിലായാലും DSLR എടുത്താലും ഒരു പരിധി കൂടുതൽ നമുക്ക് ഇതിൻ്റെ ബേസ് അറിയാൻ സാധിക്കില്ല. ബേസ് കൂട്ടുന്തോറും മൈക്ക് പതറല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ള പോലെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സബ്വൂഫർ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇതിൽ നമ്മൾ അക്രിലിക് ഷീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡ്യുവൽ ടോൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭാഗം ചെറിയൊരു ബോർഡർ പോലെ നമ്മൾ മാറ്റും, അതിൻ്റെ അകത്ത് ഗ്ലോസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്. ഇത് വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ വോളിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുള്ള സബ്വൂഫറിൻ്റെ വോളിയം മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇതിൽ വെച്ചാലും നമുക്ക് ഇതിനകത്ത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് AVRൽ വെച്ചാലും ഇതിൽ ഒരു മീഡിയം വോളിയത്തിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം AVR വഴി കൺട്രോൾ ചെയ്യേണ്ടതാണ് നല്ലത്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു പവർ ഓൺ സ്വിച്ചാണ്. നമ്മൾ സ്ഥിരം ആംപ്ലിഫയറിൽ വെക്കാറുള്ള ഒരു പവർ ഓൺ സ്വിച്ച് തന്നെയാണിത്. പിന്നെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രീക്വൻസി നമ്മൾ വെക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ AVRൽ സെറ്റ് ചെയ്തതിന് ശേഷം ഏത് ഫ്രീക്വൻസിയിൽ ചെയ്തതിന് നോക്കിയതിന് ശേഷം ഇതിൽ അതിനനുസരിച്ച് അലൈൻ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടമാനം വോക്കൽ കയറി വന്നാലും നമുക്ക് കേൾക്കാൻ സുഖം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വോക്കൽ തീരെ താഴെയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ സബ്വൂഫറിൻ്റെ ബേസ് കേൾക്കാനും സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം രണ്ടിൻ്റെയും ഫ്രീക്വൻസി കറക്റ്റ് ആയതിനു ശേഷമാണ് ഇത് അലൈൻ ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വോളിയം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് AVRൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആംപ്ലിഫയറിൽ നിന്നോ ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ നമുക്ക് സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്താലും മതി, മോണോ ഇൻപുട്ട് കൊടുത്താലും മതി. നമ്മുടെ സബ്വൂഫറിൻ്റെ പ്രീയിലേക്ക് കയറിയതിന് ശേഷമാണ് പോകുന്നത്. പിന്നെയുള്ള ഈ 2 ഔട്ട് കൊടുത്ത് നമുക്ക് വേറെ ആംപ്ലിഫയറിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സബിൻ്റെ ഔട്ട് എടുത്ത് വേണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ ഇതിനകത്ത് ഔട്ട് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മളൊരു കൂളിംഗ് ഫാനാണ് വെച്ചിരിക്കുന്നത്. കൂളിംഗ് ഫാൻ അല്ല, ഒരു എക്സോസ്റ്റ് ഫാനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സബിൻ്റെ ഔട്ടാണ്. ഇത് 2 ബനാന സോക്കറ്റാണ്, പ്ലസ് മൈനസ് 2 സബിൻ്റെ ഔട്ടാണ്. പിന്നെ ഇതിനകത്ത് AC കോഡ്, എൽക്കോണിൻ്റെ ഒരു ഫ്യൂസ്, ഇത്രയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ പവർ കേബിൾ ഉപയോഗിച്ചിരിക്കുന്നതും 3 പിൻ കോഡ് തന്നെയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഊരിയെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ 3 പിൻ കോഡ് തന്നെയാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ട്രാൻസ്ഫോമറാണ് സ്ഥിരം നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ ഭാഗം അല്ലെങ്കിൽ അപ്പുറ ഭാഗം ഏതെങ്കിലുമാണ് വെക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ ഇവിടെ വെച്ചിട്ടുണ്ട്. പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലാണ്. ഇതിൽ 10,000-ൻ്റെ 50 വോൾട്ടിലുള്ള 4 കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മെറ്റൽ ഡയോഡാണ്, ബ്രിഡ്ജ് ഡയോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാനിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ആണ് ഈ യൂണിറ്റ് വരുന്നത്. അടുത്തായിട്ട് വന്നാണ് 12 വന്നിരിക്കുന്നത് നമ്മുടെ സബിൻ്റെ പ്രീ ബോർഡ്, അതായത് സബ്വൂഫർ ഫിൽറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് മൈനസ് എടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ
ഈ ഭാഗത്ത് വന്നിരിക്കുന്നതാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് 2 സബിന് വേണ്ടിയിട്ട് ഒരു വലിയ റിലേ ഉണ്ട്, അതല്ല കൊടുത്തിരിക്കുന്നത് 2 ചെറിയ റിലേ ആണ് നമ്മൾ ഇതിനകത്ത് സബിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സബിൻ്റെ ഔട്ട് വന്നിരിക്കുന്നത്. 2 ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബനാന സോക്കറ്റിലാണ് നമ്മൾ പ്ലസ് മൈനസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സബ്വൂഫർ ആംപ്ലിഫയർ ആണ് ഇത്. IRF 240 9240 തന്നെയാണ് നമ്മൾ 2 ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബ്രിഡ്ജ് ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മോണോ ചാനലാണ് ഇതാണ് അടുത്തൊരു മോണോ ചാനൽ. അങ്ങനെ 2 സബ് ഔട്ടാണ്. മോസ്ഫെറ്റ് ആയതുകൊണ്ട് കുറച്ച് ബേസ് കൂടുതലായിരിക്കും നമുക്ക് സബ്വൂഫറിന്. JBLന് അല്ലെങ്കിൽ സോണി അങ്ങനെയുള്ള പൈനിയറിനെ കൊടുക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് അധികം വാട്ടിൻ്റെ ആവശ്യമില്ല. മോസ്ഫെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കും. ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് വലുത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫിൽറ്റർ ബോർഡാണ്, സബ്വൂഫറിൻ്റെ ഫിൽറ്റർ ബോർഡാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ DTECൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിൽറ്റർ ബോർഡ്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ മാക്സിമം ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം എനിക്ക് വിളിച്ചാൽ മതി. വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കുക. ചാറ്റിങ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കാം. ചാറ്റിങ് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കില്ല. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ കോൾ ചെയ്താൽ മതി എന്ന് പറയണേ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.